ചെറിയേച്ച് പോവാക്ക. രാത്രി വരാൻ ചെല്ലമ്മ. എനിക്ക് ഇച്ചിരി ചൂടുള്ളതാണ്, തിന്നേലൊക്കെ ഒന്ന് പിടിക്കണം. ഞാൻ പോട്ട്. നെല്ല് കാർത്തിയേക്ക. ചെറിയേച്ചും പോവാം. നല്ല പഴുത്ത ചക്ക ഇരിപ്പുണ്ട്. എന്നാ 2 ചാള തിന്നേച്ച് പോവാം. നല്ലപോലെ മണക്കണല്ലോ അല്ലമ്മ. അയ്യോ, ചതിച്ചല്ല വല്യാക്ക. സാമദ്രോഹികള് പല കുത്തി തുറന്ന് കക്കാൻ തുടങ്ങി. എങ്ങനെ പൊറുക്കും എന്റെ വെള്ളായിനി ഭഗവതി? അയ്യോ, പശു കയറിയതാണ്. ഊരുതണ്ടലൊക്കെ കഴിഞ്ഞു വന്ന. എടാ കൊച്ചുരാമ, നീ എവിടെ പോയിരുന്നു? ഏതൊരു പശു വന്ന് നാനാവിധമാക്കിയത് കണ്ടില്ലയോ? ഞാൻ കണ്ടതുകൊണ്ട് വാഴ തിന്നണതിന് മുമ്പേ പിടിച്ചോണ്ടുപോയി. അതിയാരങ്ങനത്തെ ഒരു പശുവായിരുന്നു. ഏത് അംഗത്തേരാനും വേണ്ടൂല, അതിന് ഞാൻ ഇന്ന് കൊല്ലും. ഇത് കണ്ടില്ലയോ കാർത്തിയക്ക? ഇത് കണ്ട പൊറുക്കുമോ? നീയും നിന്റെ അംഗത്തെയും. അവനെ എന്തിനു പറയുന്നു? അവൻ ഏതു നേരവും കാവലിരിക്കാൻ പറ്റുമോടി ചെല്ലമ്മ? ഒരു നേരം ഒന്നും കുടിച്ചില്ലെങ്കിലും കേറി കിടക്കണ കൂരയ്ക്ക് ഒരു യഥമൊക്കെ വേണം. ഒരു 4 ഉരുള മണ്ണോട് ഉരുട്ടി വെച്ച് ഒരടപ്പും തുറപ്പും ഒക്കെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പശുവും കയറും, കള്ളനും കയറും. എന്ത് നല്ല ചക്കയായിരുന്നു. പോയത് പോയി. എടാ കൊച്ചുരാമ, എന്റെ അവിടെ മെടഞ്ഞ ഓല ഇരിപ്പുണ്ട്. നീ പോയി 2 മണൽ എടുത്തോണ്ട് വന്ന് ഇതൊന്ന് കുത്തി മറയ്ക്കും. ശരി. അവനൊരു പാവമാടി ചെല്ലമ്മ. ആരോരും ഇല്ലാത്ത ചെറുക്കൻ. കൂടെ ഇവിടെ ഓടി വരുന്നത് നിനക്കൊരു സഹായം തന്നെയല്ലേ? 2 ദിവസം ചന്തയ്ക്ക് പോയില്ലെങ്കിലും വേണ്ടില്ല, അക്കം പറഞ്ഞതുപോലെ 2 ഉരുള മണ്ണ് വെച്ച് ഇത് പൊക്കിയിട്ടേ ഇനിമേ കാര്യം.